ആന്റിയുടെ വീടിന്റെ പാലുകാച്ചിന് 11 മണിക്ക് എത്താൻ പറഞ്ഞ ഉത്തരാത്തോളം തന്നെ 1:30 3 ബെഡ്റൂം അടക്കമുള്ള നല്ലൊരു വീട്. ഇതാണ് ആൽവിൻ, ആന്റിയുടെ മോൻ. ഈ കാണാട് പെട്ട ഒരു ഫുഡ് കഴിക്കൂട്ടാ. അമ്മയായിരുന്നു ചിത്തേ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയി. ആളെ നോട്ടം കണ്ട ഇപ്പൊ തല്ലും. മാമിയും വെല്ലുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നൊന്നും പറഞ്ഞില്ല. കുടുംബത്തിലെ ഏറ്റവും ചെറിയ ഉണ്ണിയായോണ്ട് തന്നെ നല്ല കെയറിങ് ഇട്ടുണ്ട്. എനിക്കൊന്നും ഇഷ്ടമല്ല. വെള്ള ചേച്ചിയുടെ ഉണ്ണിയാണ്. ഇത് ആന്റി രണ്ടാമത്തെ മോള്. ഭാര്യത്തിനോട് തന്നെ തല്ലില്ല. ഒരു 20 മിസ് കോളെങ്കിലും ഉണ്ട് വേഗം വരാൻ പറഞ്ഞിട്ട്. എന്നോട് ഉത്തരവാദിത്തം അതൊന്നും മിണ്ടിയില്ല. ഞാൻ വരുമ്പോഴേക്കും കേക്ക് കട്ടിങ് കഴിഞ്ഞ് കേക്കിന്റെ പൊടി പോലും ഇല്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ തൊട്ടപ്പുറത്ത് കുറച്ച് മിച്ചർ ഇങ്ങോട്ട് വാ മോനെ. ബാക്കിയുള്ള പെങ്ങന്മാരെ കണ്ടപ്പോ ഈ മുതൽ 6 മാസം പ്രഗ്നന്റാ. ഇതാണ് ആന്റി. ഒറ്റയ്ക്ക് ഓടി നടന്നു പോയാണ്ടായി. ഈ ഉണ്ണിനാണ് നല്ല ക്യൂട്ടായിട്ടല്ലേ. ഇവരെല്ലാരും എന്റെ വീഡിയോസ് കാണാറുണ്ട് പറഞ്ഞത്. ഇവനെ ഏതാണ്ട് ഞാൻ അവന്റെ മാല പൊട്ടിച്ചപ്പോൾ എന്നെ നോക്കണേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ എല്ലാവരും പരിചയപ്പെടുത്തായിരുന്നു. ഇതാണ് എന്റെ രണ്ടാമത്തെ മോനായ വാഴ. അവിടുന്ന് നേരെ എന്റെ അമ്മാമരെ അനിയത്തി പോയി. എന്റെ അമ്മാമര അതേ മോശമായ പോലെ എനിക്ക് ഫീൽ ചെയ്യാം. വിഷമവും കാണുമ്പോൾ സന്തോഷമുണ്ട്. ആളൊരു പുലിയാണ് കേട്ടോ. മേമ എന്നെ കൂട്ടാതെ ഫുഡ് അടിക്കാൻ പോയി. എനിക്ക് അതിന്റെ വിഷമത്തിൽ പൈനാപ്പിൾ കഴിക്കാൻ പോയതാ. എനിക്ക് നല്ല തലവേദന. ഉച്ചയ്ക്ക് വേഗം കിടന്ന് തുടങ്ങി ഒരു 5 മണിയാകുമ്പോൾ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എല്ലാവരും പൂവാള പരിപാടി. എനിക്ക് വന്നേക്കാൻ ഞാനൊരു ഡോളിയും കഴിച്ച് അത് തൊണ്ടയിന്നിറങ്ങാൻ കുറച്ച് കൊള്ളി പുറത്തും കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് ചോറ് കഴിച്ച്. എനിക്ക് എന്റെ തലവേദന കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ പൈനാപ്പിൾ അഡ്ജസ്റ്റ് ചെയ്തു. ആ സ്റ്റൈല് മുഖത്തെ ചൈതന്യം നോക്ക്. മേശപ്പൂ കത്തിച്ച പോലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും താറ്റിയും പറഞ്ഞൊരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി.